പുനർജന്മവും മരണാനന്തര ജീവിതവും ഒക്കെ പുരാതന മനുഷ്യർ പറഞ്ഞ പച്ചക്കള്ളം. മനുഷ്യർ ചത്ത അതോടെ തീർന്നു എല്ലാം. പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. മരണാനന്തരം എന്ത് എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായ മറുപടിയില്ലെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ പരിമിതിയാണ്. മതത്തിന് അല്ലെങ്കിൽ ദൈവികമായ വിശ്വാസത്തിന് ശാസ്ത്രത്തിന്റെ പരിമിതിയില്ല. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇതിപ്പോൾ എത്ര വലിയ ചോദ്യമൊന്നുമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നു. എന്ത്? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നമ്മൾക്ക് അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല എന്ന്? ഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമൻ ഇന്നാ ലമബഊസൂൻ. ഞങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞ് എല്ലും ഇറച്ചിയുമൊക്കെ എല്ലാം ഇല്ലാതായതിന് ശേഷം പിന്നെ പുനർജീവിക്കപ്പെടുമെന്നോ? ഇതിനെന്താ അള്ളാൻ്റെ മറുപടി എന്നറിയോ? അതെ, ഇത് വിശ്വാസകാര്യമാണ്, വിശ്വസിച്ചേ പറ്റൂ എന്നല്ല. പിന്നെയോ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അതെ, നിങ്ങളുടെ വിരലിൻ്റെ അഗ്രം രൂപകൽപ്പന ചെയ്യാൻ നാം ശേഷിയുള്ളവനാണ്. ഇത് ഏക്കറക്കണക്കിന് സ്ഥലമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കൂ. എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഒന്നിച്ച് ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ഓഫീസുകളിൽ കയറി നോക്കൂ. അവിടെയും ഈ വിരലിൻ്റെ അഗ്രം അവരുടെ പഞ്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം രേഖയാണ്. ഇന്ത്യക്കാരുടെ ഒക്കെ ഒരേ ഡിസൈൻ ആണെങ്കിൽ ഇന്ത്യക്കാരനും പാകിസ്ഥാനും കൂടി അമേരിക്കക്കാരനും കൂടി കലർന്ന കള്ളി പൊളിയും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ആലോചിച്ച് നോക്കണം. ഏത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ഏതു മനുഷ്യൻ വന്നാലും ഒരാളുടെ വിരലിൻ്റെ അഗ്രം പോലെ മറ്റൊരാളുടെ വിരലിൻ്റെ അഗ്രമില്ല. അപ്പം എല്ലും ഇറച്ചിയുമെല്ലാം ദ്രവിച്ച് നശിച്ച് നാമാവശേഷമായ ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് പടച്ചവൻ്റെ മറുപടി അതെ, അവൻ്റെ വിരലിൽ അഗ്രം ഡിസൈൻ ചെയ്യുവാൻ നാം ശേഷിയുള്ളവനാണ്. വിരലടയാളം. അപ്പോൾ സമ്പൂർണ്ണ നീതി പുലരുന്ന മറ്റൊരു ലോകം കൂടാതെ ഇഹലോക ജീവിതത്തിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയില്ല എന്ന് നീതിമാനായ നാഥൻ അറിയാം. അതുകൊണ്ട് റഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ്.